f of t is equal to capital F of s minus a, that is Laplace transform of s minus a. ഓക്കെ സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ഫോം എന്താണെന്ന് നിങ്ങൾ നോക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് തരിക. ആൻഡ് ആ ക്വസ്റ്റ്യനിൽ യു ഹാവ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആൻഡ് വൺ ഈസ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് അനദർ ഈസ് എനി ഫംഗ്ഷൻ എഫ് ഓഫ് ടി. ഓക്കെ, അങ്ങനെ വരുന്ന ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ. f of s minus a means what? F of t is in your question. Questionil ഉണ്ടാവും എന്താണ് f of t. Then the Laplace transform of that f of t is capital F of s. Okay. ആ ക്യാപിറ്റൽ എഫ് ഓഫ് എസിൽ എസിന് പകരം എസ് മൈനസ് എ കൊടുത്താൽ ദെൻ ഇറ്റ്സ് യുവർ ആൻസർ. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് ഒന്ന് പറയാൻ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. Wait. So Laplace transform of e raised to at into f of t is equal to f of s minus a. So this is first shifting theorem. Okay, എങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ചെയ്യുക? യു ഹാവ് എ ക്വസ്റ്റ്യൻ ഇ റേസ് ടു 2t ഇൻറ്റു സം സൈൻ ടി. ഓക്കെ, സോ ഹൗ ക്യാൻ യു സോൾവ് ദിസ് പ്രോബ്ലം? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോം നിങ്ങൾ നോക്കുക. സോ ഹിയർ ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻ വിത്ത് ടി. അപ്പോൾ ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടി ഫോമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അതിൻ്റെ ഒരു ഫോം പോകുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് എഫ് ഓഫ് ടി. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൻ്റെ എഫ് ഓഫ് ടി എന്താണെന്ന് എഴുതുക. ആൻഡ് ഓൾസോ റൈറ്റ് വാട്ട് എ. Okay, so f of t is what? The function which is multiplied by this exponential function and it is sin t. ഇവിടെ f of t എന്ന് പറയുന്നത് it is sin t. And f of t കിട്ടിയാൽ the next step is find f of s, that is Laplace transform of this f of t. എന്താണോ നിങ്ങൾ f of t, ആ f of t ന്റെ Laplace transform എഴുതുക and that is f of s. Okay, ഇനി f of s കിട്ടിയാൽ the next step is what? Write f of s minus a. ഈ s ഉള്ളിടക്ക് എന്താക്കുക? s minus a എന്നാക്കുക. ഓക്കെ, സോ ഇതായിരിക്കും നിങ്ങളെ ആൻസർ. സോ ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതിയെടുത്തോ. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 2t ഇൻറ്റു സൈൻ ടി. ഓക്കെ, ഫ്രം ദിസ് ക്വസ്റ്റ്യൻ f of t equal to what? f of t equal to sin t. Okay, and a equal to 2. That is a means the coefficient of t. So here a is equal to 2. Okay, now Laplace transform of f of t, that is f of s, അതാണ് f of s, which is equal to Laplace transform of sin t, which is equal to sin t. Laplace transform is 1 by s square plus 1 square, that is 1. Okay, so f of t നമ്മൾ എന്താന്ന് എഴുതി, a എന്താന്ന് എഴുതി. The next step is you have to write the Laplace transform, that is f of s. Then by first shifting theorem, Laplace transform of e raised to 2t into sin t is equal to what? f of s minus a. ഈ ഫോമിൽ വരുന്ന എല്ലാ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ് ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ. എ എന്താണ് ഇവിടെ? ഇറ്റ് ഈസ് 2. Okay, so f of s minus 2, which is equal to f of s is 1 by s square plus 1. Then f of s minus 2 is what? s എടുക്കുക, s minus 2 എന്നാക്കുക. Okay, അത്രയേ വ്യത്യാസമുള്ളൂ. So here it is s minus 2 whole square plus 1. Okay, so this is the answer. Clear now?
Clear Anna? Is it clear for you? Okay. Okay. And here we also study how to find the inverse Laplace transform using first shifting theorem. Okay. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അതായത് നമുക്ക് ക്ലാസ് ഇത്തിരി ബാക്കോട്ടാണ് അപ്പം ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതി പോവുക. അഥവാ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക, കണ്ടിട്ട് നോട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം അതായത് if you have the question that L of e raised to 80 into f of t, find the Laplace transform of Laplace transform കണ്ടുപിടിക്കാനാണെങ്കിൽ then we can use first shifting theorem, and Laplace transform of this e raised to 80 into f of t is s minus a അല്ലേ. ഇതിന്റെ Laplace transform എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിലേക്ക് എത്തുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാ? First you have to write f of t and a, then write f of s, then find f of s. After that write f of s minus a, and this will be your answer. And inverse Laplace transform means what? എന്തായിരുന്നു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഏതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, ആ ഫംഗ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ. പിന്നെ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഈസ് ഇൻ എസ്സിലായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. So inverse Laplace transform using first shifting theorem means your question is of the form f of s minus a. ഈ ഫോമിലായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, f of s minus a എന്നുള്ള ഫോമിൽ. ഓക്കെ. എന്നിട്ട് നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, ഈ f of s നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. f of s minus a നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. then you have to find f of s. അതിന് f of s കണ്ടുപിടിക്കണം. ആ f of s കിട്ടിയാൽ അത് വെച്ചിട്ട് f of t കണ്ടുപിടിക്കണം. ആൻഡ് അതിന് e raised to 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ. സോ ആദ്യം നമുക്ക് എന്താ തരുക, ക്വസ്റ്റ്യൻ ഈസ് ഇൻ ദി ഫോം ഓഫ് f of s minus a. Okay, then you have to write what is f of s. f of s minus a യിൽ നിന്ന് f of s എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഈ മൈനസ് എനെ ഒഴിവാക്കുക. തന്ന ക്വസ്റ്റ്യനിൽ എസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഒഴിവാക്കുക, മൈനസ് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും, അതിനെ ഒഴിവാക്കിയിട്ട് എസ് മാത്രം ആക്കിയിട്ട് നിങ്ങൾ എഴുതുക. ദെൻ യു വിൽ ഗെറ്റ് എഫ് ഓഫ് എസ്. ഓക്കെ. എഫ് ഓഫ് എസ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. എഫ് ഓഫ് ടി മീൻസ് ഈ എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ്. നമ്മൾ ഇൻവേഴ്സ് ഒക്കെ കാണാൻ കുറേ പഠിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ഡു ദറ്റ്. എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, ദാറ്റ് ഈസ് എഫ് ഓഫ് ടി. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എഫ് ഓഫ് ടി കിട്ടും. എഫ് ഓഫ് ടി കിട്ടിയാൽ നമ്മൾ ആൻസർ ആവില്ല. യു ഹാവ് ടു മൾട്ടിപ്ലൈ ദറ്റ് എഫ് ഓഫ് ടി ബൈ ഇ റേസ് ടു 80. ഈ എഫ് ഓഫ് ടിനെ ഇ റേസ് ടു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദെൻ യു വിൽ ഗെറ്റ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ഓക്കെ. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. അപ്പം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Find inverse Laplace transform of, that is find L inverse of 1 by s minus 1 whole raised to 4. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നാൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി സൊല്യൂഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ. നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അല്ല, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എസ് മൈനസ് ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എസ് മൈനസ് എ ഫോമിലാണ് നിങ്ങൾ ഈ ഒരു ഇൻവേഴ്സിന്റെ ഫംഗ്ഷന്റെ ഫോം ഉണ്ടാവുക. Okay, so first you have to write f of s minus a. So here it is f of s minus 1. അപ്പോൾ a എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ 1 ആണ്. Okay, which is equal to 1 by s minus 1 whole raised to 4.
This is first step അല്ലേ? നമ്മൾ എഫ് ഓഫ് എസ് മൈനസ് എ എഴുതുന്നതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. തന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ഫോമിലായിരിക്കും ഉണ്ടാവുക. The next step is you have to write f of s. So f of s means what? 1 by ഈ എസ് മൈനസ് വണ്ണിനെ ഒഴിവാക്കി കളയുക, അത്രേ ഉള്ളൂ. എസ് മാത്രമായിട്ട് എഴുതുക. സോ എസ് റേസ് ടു പവേഴ്സ് ഒക്കെ എഴുതണേ, എസ് റേസ് ടു 4. സോ ദിസ് ഈസ് എഫ് ഓഫ് എസ്. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു, എഫ് ഓഫ് എസ് കിട്ടി. ആൻഡ് ദിസ് തേർഡ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് ടി. So capital F നിന്ന് small f ലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? It is the inverse of this capital F of S. So inverse transform is f of t. Okay. So f of t കണ്ടുപിടിക്കണം. f of t means ഇതിന്റെ inverse, that is L inverse of 1 by s raised to 4. So you know that s raised to 4 വന്നാൽ അത് ഏതിന്റെ ഫംഗ്ഷനാ? ഏത് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും താഴെ s raised to 4 വന്നാൽ? ഇറ്റ് ഇസ് t ക്യൂബ്, റൈറ്റ്? മറന്നുപോയോ? t ക്യൂബിൻ്റെതാണ്. ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ബൈ s raised to 4. സോ ഒരു 3 ഫാക്ടോറിയലിന്റെ കുറവുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എ 3 ഫാക്ടോറിയൽ. Then വേണ്ടാത്ത ആ 1 by 3 ഫാക്ടോറിയലിനെ പുറത്തെടുക്കാം. Then it is L inverse of 1 by s raised to 4, which is equal to 1 by 3 factorial into t cube, right? So 1 by 3 factorial into t cube, that is t cube by 6 is f of t. അപ്പോൾ നമുക്ക് f of t കിട്ടിയല്ലോ. And the last step is what? f of t കിട്ടിയാൽ the answer is e raised to 8t into f of t. ഒരു എസ് മൈനസ് എ ഫോമിലുള്ള ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ ഇ റേസ് ടു 8t ഇൻറ്റു എഫ് ഓഫ് ടി ഫോമിലായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് ഉണ്ടാവുക. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് വാട്ട്? ഇ റേസ് ടു 8t ഇൻറ്റു എഫ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ ഇസ് വാട്ട്? എ എന്താ? എ എന്ന് 1 ആണ്. ഓക്കെ, സോ ഇ റേസ് ടു 1t, ദാറ്റ് ഇസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? ടി ക്യൂബ് ബൈ 6. 3 factorial is 6. So this is the answer. This is how we find inverse using first shifting theorem. Okay, നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് എസ് മൈനസ് എ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ എഫ് ഓഫ് എസ് മൈനസ് എ എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ആൻഡ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു റൈറ്റ് എഫ് ഓഫ് എസ് ഓൺലി. ആൻഡ് എഫ് ഓഫ് എസ് കിട്ടിയാൽ റൈറ്റ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി കിട്ടിയാൽ multiply that f of t by e raised to 8t, then you will get the answer. Okay, so this is the answer. Clear? Inverse കണ്ടുപിടിക്കേണ്ട മനസ്സിലായോ? By using first shifting theorem. Is it clear? Okay. Okay. Very good. മനസ്സിലാവാത്തവർ ചോദിക്കണേ. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തേ. ട്യൂട്ടോറിയൽ നോട്ട് ഉണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ നോട്ടിൽ ചെയ്തു കേട്ടോ. ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s plus 2 divided by s plus 2 whole square plus 1. പെട്ടെന്ന് ചെയ്തേ ഈ ഒരു ക്വസ്റ്റ്യൻ. Find the inverse transform of s plus 2 divided by s plus 2 whole square plus 1. S plus means എന്താ? ഇതിനെ s minus a ഫോം എഴുതാലോ നമുക്ക്. s minus minus 2 ആണ് s plus 2. Okay, so s minus here a is equal to minus 2 ആയിരിക്കും വരും. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. Okay, so here f of s minus a which is equal to എങ്ങനെയുള്ളത്? s plus 2 എന്നാണ് ഉള്ളത്. So that is f of s minus minus 2. Okay,
which is equal to s plus 2 divided by s plus 2 whole square plus 1. And here a is equal to minus 2. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. പ്ലസ് ആണ് വന്നതെങ്കിൽ എൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. And here f of s minus a നമുക്ക് കിട്ടി. Then you have to write f of s. So here f of s is equal to what? S by s square plus 1. Okay. Now f of t. F of t is equal to inverse of this f of s, that is L inverse of s by s square plus 1. So ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം this is എന്തിൻ്റെതാ cos 1t അല്ലേ. a is equal to 1, so cos t യുടെ ഇൻവേഴ്സ് ആണ് ഇത്. f of t കിട്ടി. And the last step is what? e raised to at into f of t, which is equal to e raised to t. A is equal to minus 2, so e raised to minus 2 into f of t is cos t. So this is the answer. Last നിങ്ങൾ ഇങ്ങനെ എഴുതണേ. Therefore L inverse of s plus 2 divided by s plus 2 whole square plus 1 equal to e raised to minus 2t into cos t. So this is the final answer. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ ആൻസർ? e raised to minus 2t into cos t is the answer. കിട്ടിയിട്ടുണ്ടോ ആൻസർ? Very good. വേറെ ആർക്കും കിട്ടിയില്ല? കിട്ടിയവരൊക്കെ ഒന്ന് പറഞ്ഞേ. നൈനിക, പുണ്യ, കിട്ടിയോ? കിട്ടി. ഇഷ, നിവേദിത, അഖില, കിട്ടിയോ? ഓക്കെ. സോ അതാണ്. ഇനി ഒരു 1 more question. Find inverse transform of s by s square minus s by s minus 1 whole square minus 4. Okay. So here f of s minus a, s minus 1 എന്നാണുള്ളത്. So here it is f of s minus 1 equal to what? S by s minus 1 whole square minus 4. But here നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. s മൈനസ് വണ്ണിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, അല്ലാണ്ട് എസിൻ്റെ ഫംഗ്ഷൻ അല്ല. ബട്ട് ലുക്ക് അറ്റ് ദി ന്യൂമറേറ്റർ. ഹിയർ ഇറ്റ് ഈസ് എസ്. ഓക്കെ. ഇവിടെ എസ് ആണുള്ളത്. നമ്മൾ എസ് മൈനസ് വണ്ണിൻ്റെ ഫംഗ്ഷൻ എഴുതുമ്പം എസ് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഫോം മാറിപ്പോവും. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു എസ് മൈനസ് എ ഫോമിലോട്ടേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? -1 വേണം. എസ് മൈനസ് എ ഫോമിൽ വേണം. എ ഇസ് 1. സോ ന്യൂമറേറ്റർ നമുക്ക് എന്ത് വേണം? എസ് മൈനസ് 1 വേണം നമുക്ക്. അപ്പം നമ്മൾ എന്ത് ഇട്ടു? എസ് മൈനസ് 1 ഇട്ടു. അപ്പം ഇങ്ങനെ നമുക്കൊരു തോന്നിയ പോലെ ഒരു ഇക്വേഷനിൽ ചെയ്യാൻ പാടില്ല. ഇഫ് യു ആഡ് ദിസ് -1, ദെൻ അതിനെ കളയാൻ വേണ്ടിയിട്ടൊരു +1 കൂടെ നിങ്ങൾക്ക് വേണം. ഓക്കെ. അപ്പം അങ്ങനെ ആരെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൈനസ് അല്ലെങ്കിൽ ഒരു -1 കൊടുക്കുക, അപ്പം തന്നെ ഒരു +1 ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്തായി? എസ് മൈനസ് 1 എന്നുള്ള ഫോമിലായി. ഇനിയിപ്പോ താഴെ ഒരു എസ് പ്ലസ് 1 ആണെങ്കിൽ എന്താ വേണ്ടത്? മേലെ നിങ്ങൾ എക്സ് പ്ലസ് 1 കൊടുക്കുക, എന്നിട്ട് ഒരു -1 ഇട്ട് കൊടുക്കുക. ഓക്കെ. സോ ഇങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യണം നമ്മൾ. അഥവാ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ. ഓക്കെ. എസ് മൈനസ് 1 മീൻസ് കംപ്ലീറ്റ് ഫംഗ്ഷൻ ഇസ് ഇൻ ടേംസ് ഓഫ് എസ് മൈനസ് 1 ആയിരിക്കണം. ഓക്കെ. സോ ഹിയർ എഫ് ഓഫ് എസ് മൈനസ് 1 നമ്മൾ എങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നൗ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എസ് എഴുതാം.
So now f of അതിന് മുന്നേ നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, so f of s minus 1 is equal to what? S minus 1 divided by s minus 1 the whole square minus 4 plus 1 by s minus 1 whole square minus 4. Okay, so f of s is equal to what? ഇതിനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേ ഉള്ളൂ. So f of s എഴുതാൻ നിങ്ങൾക്ക് അപ്പോൾ എളുപ്പമായിരിക്കും. f of s is equal to what? s by s square minus 4, right? Plus 1 by s square minus 4. Okay, so this is f of s. അപ്പം ഇത് f of s ആണെങ്കിൽ then f of t is the inverse of this f of s. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? f of s കിട്ടി, then f of t is equal to L inverse of s by s square minus 4 plus 1 by s square minus 4, okay, which is equal to L inverse of s by s square minus 4 plus L inverse of 1 by s square minus 4, okay, which is equal to ഇതിന്റെ ഇൻവേഴ്സ് എന്താ വരിക? എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 4 മീൻസ് നമുക്ക് ഇതിനെ 2 സ്ക്വയർ എന്ന് എഴുതാം. ഹിയർ ഓൾസോ 2 സ്ക്വയർ എന്ന് എഴുതാം. ദെൻ വാട്ട് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ? മൈനസ് ആണ് അല്ലേ? അപ്പം മൈനസ് ആകുന്ന സമയത്ത് ഐദർ ഇറ്റ് ഈസ് കോസ് എച്ച് ടി അല്ലെങ്കിൽ സൈൻ എച്ച് എ ടി ഡി ആണ്. സോ ഹിയർ എ ഈസ് ഈക്വൽ, ഇവിടെ ന്യൂമറേറ്ററിൽ എസ് വന്നു. എസ് വന്നാൽ നമുക്കറിയാം അതെന്തിൻ്റെതാ? കോസിൻ്റെതാണ്. മൈനസ് ആയതുകൊണ്ട് എച്ച് ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് കോസ് എച്ച് a is 2, so cos h 2t plus ഇവിടെയോ ദിസ് ഈസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 1 ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 ഉണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ എസ് ഇല്ല. സോ ദിസ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് സൈനിൻ്റെതാണ്. ക്ലിയർ ആണ്, സൈനിൻ്റെതാണ്. പക്ഷെ സൈനിൻ്റെതാവണമെങ്കിൽ ഇവിടെ 2 ഉണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ 2 വേണം. സോ 2 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2നെ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, then which is equal to cos h 2t plus ഇതിൽ നിന്ന് 1 by 2 നമ്മൾ പുറത്തെടുത്തു. then it is L inverse of 2 by s square minus 2 square ആയിരിക്കും. that is sin h 2t. okay, so f of t is equal to എന്താന്ന് കിട്ടി നിങ്ങൾക്ക്? cos h 2t plus 1 by 2 into sin h 2t എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ആയോ? എഫ് ഓഫ് ടി ആണ് നമുക്ക് കിട്ടിയത്. ആൻഡ് our final answer is e raised to at into f of t, which is equal to e raised to a എന്താണ് ഇവിടെ? 1 ആണ് അല്ലെ? a is equal to 1. so e raised to t into f of t എന്താ നമുക്ക് കിട്ടിയത്? cos h 2t plus 1 by 2 into sin h 2t. so this is the answer and this is an important question. okay, e raised to at into f of t is equal to e raised to t into cos h 2t plus 1 by 2 sin h 2t. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എസ് മൈനസ് എ ഫോം എഴുതുന്നു. പക്ഷേ എഫ് ഓഫ് എസ് മൈനസ് എ ഫോം എഴുതുമ്പോൾ ഒരു എസ് ഉണ്ടാവുന്നു. അതിനെ നമ്മൾ എസ് മൈനസ് എ ഫോമിലോട്ടേക്ക് മാറ്റുന്നു. ദെൻ വി റൈറ്റ് എഫ് ഓഫ് എസ്. ആഫ്റ്റർ ദാറ്റ് വി ഫൈൻഡ് എഫ് ഓഫ് ടി. ദെൻ വാട്ട്? മൾട്ടിപ്ലൈ ദറ്റ് എഫ് ഓഫ് ടി, സോറി എഫ് ഓഫ് എസ് എഴുതി. ആൻഡ് ദെൻ we find what? f of t, then multiply that f of t by e raised to at, then you will get the answer. clear? മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത് പറഞ്ഞ ഈ പ്രോബ്ലം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, സോ അതാണ് നമ്മളെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. സോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിന്റെ അതായത് യൂസ് ചെയ്തിട്ട് ഹൗ ടു ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്ത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നന്നായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് ഈസ്
integration, a Laplace transform of derivative and Laplace transform of integration. അതാണ് എനിക്ക് പഠിക്കാനുള്ള ടോപ്പിക്. ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കാം ആൻഡ് ഹൗ ടു ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, എളുപ്പമുള്ളൊരു ടോപ്പിക് തന്നെയാണത്. നമ്മൾ എപ്പോഴും ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫോർമുലാസുകൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കുക. ട്രാൻസ്ഫോംസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിലും ശരി, ഇനി അടുത്ത മൊഡ്യൂളിലുള്ള ഫൊറിയർ ട്രാൻസ്ഫോം ആണെങ്കിലും ശരി, യു ഹാവ് ടു സ്റ്റഡി ദ ഫോർമുല. ആ ഫോർമുല പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക, ദെൻ യു ക്യാൻ ഡു എനി പ്രോബ്ലം. ഫോർമുല വൃത്തിക്കൊന്ന് പഠിച്ചു വെച്ചിട്ട് എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വിഷയമില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ നെക്സ്റ്റ് ഇസ് Laplace transform of derivative. നമ്മൾ ഇത്ര സമയം പഠിച്ച എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആയിരുന്നു പഠിച്ചത് അല്ലെ, ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. നൗ വിൽ സ്റ്റഡി ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് എഫ് ഓഫ് ടി. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? എഫ് ഡാഷ് ഓഫ് ടി. എഫ് ഡാഷ് ഓഫ് ടിന്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ പഠിക്കും. ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. ആൻഡ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി. അങ്ങനെ എല്ലാത്തിൻ്റെയും നമ്മൾ ഫോർമുല മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എക്സെട്ര ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് nth ഡെറിവേറ്റീവ് വരെ കാണാനുള്ള ഫോർമുല നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് ടിയുടെ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ഇവിടെ ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. ആദ്യത്തെ ടേം എപ്പോഴും എൽ ഓഫ് എഫ് ഓഫ് ടി വരുന്നതായിരിക്കും, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അത് നമ്മൾ ഇപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ എസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ എസ് സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് അതായത് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സീറോ. ഓക്കെ, ഇതാണ് എഫ് ഡാഷ് ഓഫ് ടിയുടെ ഫോർമുല. എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സീറോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ നിങ്ങളിത് ആദ്യത്തെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ അതെങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാവില്ല. രണ്ടാമത്തെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. മൂന്നാമത്തെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും എങ്ങനെയാണ് ഈ ഒരു ഫോർമുല എഴുതുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ എസ് സ്ക്വയർ. സ്ക്വയറിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ സ്ക്വയറിൽ. എൽ ഓഫ് എഫ് ഓഫ് ടി ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് ഫസ്റ്റ് ടേം ഉണ്ടാവുക. മൈനസ് അഗെയിൻ എഫ് ഓഫ് സീറോ തന്നെ രണ്ടാമത്തെ ടേം എഫ് ഓഫ് സീറോ മൈനസ് എഫ് ഡാഷ് ഓഫ് സീറോ. ഓക്കെ, സോറി, എസ് സ്ക്വയർ കഴിഞ്ഞാൽ എസിന്റെ ടേം വേണം കേട്ടോ. എസ് സ്ക്വയർ ഫസ്റ്റ് ടേം ആയിരിക്കും. ദെൻ എസ് ഇൻറ്റു അടുത്ത ടേം ഈസ് എഫ് ഓഫ് സീറോ. രണ്ടാമത്തെ ടേം എപ്പോഴും എഫ് ഓഫ് സീറോ തന്നെയായിരിക്കും. മൈനസ് എസ് ഇല്ലാത്തൊരു ടേം എപ്പോഴും വേണം. കോൺസ്റ്റന്റ് ടേം വരെയാണ് നമ്മൾ എഴുതേണ്ടത്. എസിന്റെ ടേം വന്നു, അടുത്തത് എസിൽ കുറഞ്ഞ എന്താ? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എസ് സ്ക്വയർ ആയപ്പം എസ് സ്ക്വയറിന്റെ ടേം എഴുതി, അത് കുറഞ്ഞ് എസ് എഴുതി, ദെൻ കോൺസ്റ്റന്റ് ടേം. അപ്പൊ അടുത്ത് എന്തായിരിക്കും വരിക? എസ് ക്യൂബ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ക്യൂബ് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സീറോ മൈനസ് എസ് സ്ക്വയർ കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സീറോ. എഫ് ഓഫ് സീറോ കഴിഞ്ഞാൽ ദെൻ എഫ് ഡാഷ് ഓഫ് സീറോ മൈനസ് എസിന്റെ ടേം കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടേം വേണം. ആൻഡ് ഇറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ. എഫ് ഓഫ് സീറോ, എഫ് ഡാഷ് ഓഫ് സീറോ, എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ. ഇനി കൂടുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫിന്റെ ഫോർത്ത് ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എസ് റേസ് ടു 4 എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് സീറോ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സീറോ മൈനസ് എസ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ മൈനസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ. ഓക്കെ, അപ്പം ഒന്നാണെങ്കിൽ എഫ് ഓഫ് സീറോ, രണ്ട് ഡബിൾ ആണെങ്കിൽ എവിടെയാ തീരുന്നത്? എഫ് ഡാഷ് ഓഫ് സീറോയിൽ തീരും. ട്രിപ്പിൾ ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷിൽ തീരും. ഫോർത്ത് ആണെങ്കിൽ ട്രിപ്പിൾ ഡാഷിൽ തീരും. അപ്പൊ എൻ ആണെങ്കിൽ ഏതിലായിരിക്കും തീരുക? എൻ മൈനസ് വണ്ണിലായിരിക്കും തീരും. സോ ഇതിന്റെ ഫോം എങ്ങനെ ഉണ്ടാവുക? എസ് റേസ് ടു എൻ ആകുമ്പം എൻ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് സീറോ എക്സെട്ര. ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് എവിടെ ഉണ്ടാവുക? എൻ ആണ് ഇവിടെ. സോ ഇറ്റ് ഈസ് എൻ മൈനസ് വൺ ഓഫ് സീറോ. ഓക്കെ,
So this is a Laplace transform of derivative formula മാത്രം മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? ഡെറിവേറ്റീവിന്റെ ഫോർമുല എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. മനസ്സിലായോ? Is it clear? ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ തന്നെ ഒരു അടുത്ത സെക്ഷനിലാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഡെറിവേറ്റീവ് അല്ലാണ്ട് നോർമൽ ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നെ ഉണ്ടാവില്ലേ? ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോർമുല, അതായത് ഏത് ഫോർമുല വേണമെങ്കിലും, ഇതിൽ എഫ് ഡാഷ് ഓഫ് ടീൻ്റെ ആയിക്കോട്ടെ, എഫ് ഡബിൾ ഡാഷ് ഓഫ് ടീൻ്റെ ആയിക്കോട്ടെ, ഇതിൽ ഏത് ഫോർമുല വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഏത് ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി. Okay, we have to find Laplace transform of sin square t. So here f of t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. ആ f of t എന്താണ്? സൈൻ സ്ക്വയർ t ആണ്. Okay, then how can we find Laplace transform of this function using Laplace transform of derivative? ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഏത് ഡെറിവേറ്റീവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാം. സോ വി നോ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് Laplace transform of first derivative is equal to what? S into L of f of t minus f of 0. റൈറ്റ്? സോ ഇതാണ് ഫോർമുല. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താ? ഇതിൽ ഈ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. ഈ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? എൽ ഓഫ് എഫ് ഓഫ് ടി എന്താ? സൈൻ സ്ക്വയർ ടിയാ. അപ്പോൾ എൽ ഓഫ് സൈൻ സ്ക്വയർ ടി നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കണം. സോ ലിസൺ ഹിയർ, എൽ ഓഫ്, അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് ടി എന്താണെന്ന് അറിയണം. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് ടി ഈസ് വാട്ട്? എഫ് ഡാഷ് ഓഫ് ടി മീൻസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ ടി. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ടി ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എഫ് ഡാഷ് ഓഫ് ടി എന്താ? 2 സൈൻ ടി കോസ് ടി അല്ലേ? സൈൻ സ്ക്വയർ ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ സ്ക്വയർ ടി ആണ്. അപ്പം 2 സൈൻ ടി ഇൻറ്റു സൈൻ ടിൻ്റെ ഡെറിവേറ്റീവ് ഈസ് കോസ് ടി. സോ എഫ് ഡാഷ് ഓഫ് ടി ഈസ് 2 സൈൻ ടി കോസ് ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് ടിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? 2 സൈൻ ടി കോസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് വാട്ട്? സൈൻ സ്ക്വയർ ടി. സോ സൈൻ സ്ക്വയർ ടി മൈനസ് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് ടി സൈൻ സ്ക്വയർ ടി. സോ എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ 0. എന്താ? 0. സൈൻ സ്ക്വയർ 0 ഈസ് 0. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 0 എന്താന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. ഓക്കെ, നൗ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇതിനൊന്ന് നമുക്ക് ഷോർട്ട് ചെയ്തെടുക്കണം. എന്താ? 2 സൈൻ ടി കോസ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എന്തിൻ്റെ ഫോർമുല? 2 സൈൻ എ കോസ് എ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 2എയുടെ അത് ആ ഒരു ഐഡൻറ്റിറ്റി ആണ്. അപ്പം 2 സൈൻ ടി കോസ് ടി ഇസ് ഈക്വൽ ടു സൈൻ 2t. ഇതൊക്കെ നിങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ഒന്നും കൂടെ പഠിച്ചു വെക്കണേ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ. അപ്പം ഇത് പക്ഷേ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെ ചോദിക്കും. ഭയങ്കര എല്ലാം പഠിക്കണം എന്നല്ല, എന്നാലും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇതേപോലത്തെ ഫോർമുലാസുകൾ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങളൊന്ന് വരുന്ന ടൈപ്പ് ഐഡന്റിറ്റീസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. സൈൻ എ പ്ലസ് ബി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സൈൻ എ മൈനസ് ബി, അതുപോലെ കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, ഇതൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, so Laplace transform of 2 sin t cos t is equal to sin 2t, and which is equal to s into Laplace transform of sin square t. Okay, now Laplace transform of sin 2t. Sin 2t the Laplace transform namakkariyam, it is 2 by s square plus 2 square equal to s into L of sin square t. ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാലോ. അപ്പോൾ L of sin square t എന്തായിരിക്കും? ഇക്വേഷൻ വെച്ചിട്ട്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് L of
Sin square t is equal to what? Es നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. Then it is 2 by s into s square plus 2 square. Okay, so this is the answer. ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് സൈൻ സ്ക്വയർ ടിൻ്റെ. അപ്പം എഫ് ഡബിൾ ഡാഷ് ഓഫ് ടിയുടെ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അതിലും എന്ത് വരുന്നുണ്ട്? ഈ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഈ ഒരു ടേം വരുന്നുണ്ട്. അപ്പം ഈ ടേമിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ടേം കണ്ടുപിടിച്ചാൽ നമ്മൾ എന്തായാലും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഇത് മനസ്സിലായിനോ? ഓക്കെ, ഓക്കെ. സോ നിങ്ങൾക്ക് ആഫ്റ്റർനൂണിൽ 2 അവർ ഞാനായിരിക്കും എടുക്കുകയെന്ന്. 2 മണിയാകുമ്പോൾ കറക്റ്റ് 2 മണിയാകുമ്പം മാത്സിൻ്റെ നിങ്ങൾ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, നമുക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാടല്ല, കൃത്യം നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് പോർഷൻ തീർക്കണ്ടേ. അപ്പം ബാക്കി 2 ക്ലാസ്, ഇപ്പം 2 ബാക്കി 3 ക്ലാസ്സും എന്തായി, ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ഒരു 1 or 2 hour കൊണ്ട് ഈ ഒരു മൊഡ്യൂൾ തീരും. അപ്പോൾ അവിടത്തേക്ക് നിങ്ങളെ ഒന്ന് എത്തിക്കണം. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷത്തെ 2 അവർ ഞാനായിരിക്കും നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ആർക്കും എന്തൊരിക്കലും ഒരു ഡൗട്ട് ഇല്ലാത്ത, അതെനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ക്ലാസ്സൊക്കെ കാണുന്നുണ്ടോ യൂട്യൂബിൽ? മനസ്സിലാവാത്തവർ ഒന്ന് ക്ലാസ് നോക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറ്റൻഡൻസ് പറഞ്ഞേ. One. Attendance വരാം. Abhinand absent. Then 2. 3 4 5 6 7 8 9 10 11 13 15 16 17 16 absent. Okay, 19 19 20 21 22 23 24 25 26 27 മിസ്ബ ഉണ്ടോ? മിസ്ബ 26 ഉണ്ടോ? 26 Okay, okay. 27 28 Shibilia absent. 29 29 30 31 33 34 35 36 37 38 39 40 Sahel 41
42. 43. 44. 45. 46. 47. 48. 48. Rajat. 48. 49. 50. 51. 52. 53. 54. 55. 56. 57. 58. 59. 59. Varshanath. 60. 60. 61. 62. 63. Okay, so the absentees are Varshanath, Sahil, then Shibilia, and Ashwant Anil Kumar. ഓക്കെ, അപ്പം കറക്റ്റ് 2 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണേ ക്ലാസ്സിൽ.